രാവിലെ തന്നെ നാട്ടിലേക്ക് പോകാനുള്ള തയ്യാറെടുപ്പിലാണ്. വാവയെ കുളിപ്പിക്കാൻ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. ബാത്റൂമിൽ ഇരുന്നായിരുന്നു ആദ്യം കുളിപ്പിച്ചോണ്ടിരുന്നത്. പിന്നെ അതിലും ഈസി ആണല്ലോ ഡൈനിങ് ടേബിളിൽ ബാത്ത് ടബ് വെച്ച് കുളിപ്പിക്കുന്നത്. വാവ എണീറ്റ് വരുമ്പോൾ കുളിപ്പിക്കാനുള്ളതെല്ലാം സെറ്റ് ആക്കിയിട്ട് ഇടയ്ക്ക് കിട്ടിയ ഗ്യാപ്പിലാണ് കേട്ടോ ഇപ്പൊ സെൽഫ് കെയർ ഒക്കെ നടക്കുന്നത്. അനീഷന്റെ തലയിൽ ഞാൻ കുറച്ച് എണ്ണയൊക്കെ തേച്ച് മസാജ് ചെയ്ത് കൊടുത്തു. ഞാനൊരു ഫേസ് മാസ്കും അപ്ലൈ ചെയ്തു. ഇപ്പം ഇൻസ്റ്റന്റ് ആയിട്ടുള്ള പ്ലാനിങ്ങിലാണ് എല്ലാം മാനേജ് ചെയ്ത് പോകുന്നത്. വാവ എണ്ണയൊക്കെ തേച്ച് കുളിപ്പിച്ച് കഴിഞ്ഞപ്പോൾ അനീഷനോട് പിടിപ്പിക്കുന്ന ടൈമിൽ ഞാൻ പോയി കുളിച്ചു വന്നു. പിന്നെ വാവയെ ഉറക്കുന്ന ടൈമിൽ അനീഷനും പോയി കുളിച്ചു. ട്രെയിന് പോകുന്ന കാരണം ഒട്ടും ഡിലേ ഇല്ലാതെ പെട്ടെന്ന് തന്നെ റെഡി ആവണം. സൺസ്ക്രീൻ ഇട്ടു, ഡിയോഡ്രന്റ് റോളാണ് അപ്ലൈ ചെയ്തു. ബെയർ അനാറ്റമിയുടെ അഡ്വാൻസ്ഡ് ഹെയർ ഗ്രോത്ത് സെറം ഹെയറിന്റെ പാർട്ടീഷനിലോട്ട് അപ്ലൈ ചെയ്ത് കൊടുത്തു. നല്ല ഈസി ആണ് കേട്ടോ ഇത് അപ്ലൈ ചെയ്യാനായിട്ട്. ഇത് മെൻസിനും പറ്റുന്ന ഒരു അടിപൊളി ഹെയർ ഗ്രോത്ത് സെറമാണ്. ഡെർമാറ്റ്സ് റെക്കമെൻഡ് ചെയ്യുന്ന ഒരു പ്രൊഡക്റ്റ് ആയതുകൊണ്ടാണ് അനീഷനും ഇത് ഡെയിലി യൂസ് ചെയ്യുന്നത്. 45 ഡേയ്സിൽ തന്നെ വിസിബിൾ ആയിട്ടുള്ള ഒരു ഹെയർ ഗ്രോത്ത് ഉണ്ടാകും എന്നാണ് പറയുന്നത്. നല്ല ലൈറ്റ് വെയിറ്റ് നോൺ ക്രീസി ആയിട്ടുള്ള സെറമാണ്. മെയിൻ ആയിട്ട് ഇതിൽ റെഡൻസിലെ റോസ്മേരി റൈസ് വാട്ടറും ഉണ്ട്. റെഡി ആയി കഴിഞ്ഞ് പെട്ടെന്ന് തന്നെ ഞങ്ങൾ ഇറങ്ങി. ബിക്കോസ് ട്രെയിൻ നമുക്ക് വേണ്ടി കാത്തു നിൽക്കില്ലല്ലോ. ട്രിവാൻഡ്രത്ത് നിന്ന് ചങ്ങനാശ്ശേരിയിലോട്ട് ഒരു തവണ കാറിൽ പോയതോടെ എനിക്ക് മതിയായി. ഞാനിപ്പോ കൂടുതലും ട്രെയിനാണ് പ്രിഫർ ചെയ്യുന്നത്. അതാകുമ്പോൾ ട്രിവാൻഡ്രം ടു ചങ്ങനാശ്ശേരി ഏകദേശം ഒരു 3-3.5 മണിക്കൂറിൽ അങ്ങ് എത്തും. കുറച്ച് ഫ്രൂട്ട്സ് ഒക്കെ കട്ട് ചെയ്തോണ്ടാണ് ഞങ്ങൾ പോയത്. ഈ ഒരു പ്രായം ആയതുകൊണ്ട് തന്നെ ട്രെയിനിൽ കയറി ഉടനെ പാലും കുടിച്ചിട്ട് ആ ട്രെയിനിന്റെ ആട്ടത്തിൽ നല്ലപോലെ വാവ കിടന്നുറങ്ങി. ആദ്യമായിട്ട് കുഞ്ഞിനെ കൊണ്ട് ഞാൻ ട്രെയിനിന് പോയപ്പോഴത്തേന് അത്ര വലിയ നല്ലൊരു എക്സ്പീരിയൻസ് അല്ലായിരുന്നു കേട്ടോ. കുറച്ച് വഴക്കൊക്കെ ഉണ്ടാക്കേണ്ടി വന്നു. പക്ഷെ ഇത്തവണ എന്തായാലും അതൊന്നും ഉണ്ടായില്ല.